എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സത്യമംഗലം ആണ് പോകുന്നത്. സത്യമംഗലം എത്തുന്നതിന് മുന്നേ അന്നൂരിൽ നിന്ന് നമുക്ക് ഒരു 150 ചാക്ക് കോഴിവളം കൂടെ എടുക്കണം. കോഴിവളം എടുത്തിട്ട് പിന്നെ ബാക്കി സ്പേസ് വാഴവിത്ത് കയറ്റാമെന്നാണ് വിചാരിക്കുന്നതെന്നല്ല, അങ്ങനെയാണ് കയറ്റുന്നത്. 150 ചാക്ക് അന്നൂരിൽ നിന്ന് കോഴിവളം, അതിനുശേഷം സത്യമംഗലം പോയിട്ട് ഒരു 4000 വിത്തിനാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. നേന്ത്രൻ, കിൻഡല്, പിന്നെ കിട്ടിയാൽ കുറച്ച് പൂവനും. കഴിഞ്ഞ തവണയൊക്കെ ലോഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ റോബസ്റ്റ, ഞാലിപ്പൂവൻ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് കുറേയൊക്കെ വേസ്റ്റായി, സാധനം അങ്ങനെ പോയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തവണ റോബസ്റ്റ അതൊന്നും എടുക്കുന്നില്ല. നമ്മൾ നേന്ത്രനും കിൻഡലും പിന്നെ കിട്ടിയാൽ ലേശം പൂവനും അത്ര എടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെ ഈറോഡ് ബാംഗ്ലൂർ റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വൻ ബ്ലോക്കാണ്. ഒന്നാമത് ലേറ്റായി, 7 മണിയാകുമ്പോഴേ അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇറങ്ങാൻ സാധിച്ചില്ല. നമ്മൾ ഒരിടത്ത് കടന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടി. അവിടെ നിന്ന് ലോഡ് കയറ്റേണ്ട അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് വന്ന് വണ്ടിക്ക് ചെക്ക് എഞ്ചിൻ കാണിച്ച് കുറച്ച് നേരം അങ്ങനെ ഓഫാക്കി ഇടേണ്ടി വന്നതൊക്കെ അവരോട് പറഞ്ഞത്. നമുക്ക് 7 മണിയാകുമ്പോഴേ അവിടെ എത്തണ്ട. ഇപ്പം സമയം 8:30. 1.5 മണിക്കൂർ ഓൾറെഡി ലേറ്റായി. ഇനി നമ്മളൊരു 1 മണിക്കൂർ ഡ്രൈവും കൂടി ഉണ്ട് അങ്ങോട്ടേക്ക്. അതിൻ്റെ ഇടയിൽ ഇവിടെ മൊത്തം ഫുൾ ബ്ലോക്കാണ്. ഇപ്പം നമ്മൾ ഈ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10 മിനിറ്റായി, 10 മിനിറ്റിന് മുകളിലായി. നല്ല ബ്ലോക്കാണ് രണ്ട് സൈഡിലും. അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഒരു 7 മണി 7:30 എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈറോഡ് ബാംഗ്ലൂർ റോഡിൽ ഒരു സിംഗിൾ റോഡ് ഉണ്ട്. ആ സിംഗിൾ റോഡ് ഒരു 10, 20, 25 കിലോമീറ്റർ കണ്ടുണ്ട്. ആ റോഡിലുള്ള ബ്ലോക്കാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡ് ഇതാവും, മറ്റേ 6 ലൈനിലേക്ക് തന്നെ വരും. 6 ലൈനിലേക്ക് വരുന്നത് വരെ ഈ റോഡ് കുറച്ച് ദുരിതം പിടിച്ച റോഡാണ്. കട്ടർ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു വണ്ടിയാണ്. നമ്മൾ ഈ ഉറുമ്പെല്ലാം പോകുന്ന പോലെ അങ്ങനെയാണ് ഈ റോഡിലെ വണ്ടികൾ. രാത്രിയെല്ലാം ഒരു 8 മണിക്ക് ഒക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ, 8 മണിയല്ല, ഒരു 10 മണിക്കെല്ലാം മുന്നേ ഈ റോഡിൽ രാത്രി പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ ഉറുമ്പ് പോകുന്ന പോലെ അങ്ങനെ പോകണം. നമ്മൾ സ്ട്രെയിറ്റ് റോഡെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നത് അതായത് ഒരു ട്രെയിൻ പോലെ ഒറ്റ ലൈൻ. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയുടെ ബാക്ക് പിടിച്ച് തന്നെ പോകണം. ഞാൻ രാത്രി വരുമ്പോൾ ഞാൻ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ ബ്ലോക്ക്. ഇതാണ് അവസ്ഥ. ഇനി ഇവിടുന്ന് എപ്പോഴാണ് കര കയറുന്നത് അറിയില്ല. നമ്മളിതാ ഇപ്പം നീങ്ങി തുടങ്ങുന്നുണ്ട് ഈ ബ്ലോക്കിൽ നിന്ന്. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ സിഗ്നലിൻ്റെ അടുത്ത് നമ്മൾ എത്താനായി. ഇപ്പം ആദ്യമേ ബ്ലോക്ക് കിട്ടി. അപ്പുറത്തെ സൈഡ് പോന്ന് അവനവിടെ കൊണ്ട് ഇടിച്ചേനെ. മഞ്ഞ കിട്ടി. ഈ 2 എണ്ണങ്ങൾ കാരണമാണ് നമുക്കിവിടെ ബ്ലോക്ക് വന്നത്. നമുക്ക് ആദ്യം ബ്ലോക്ക് കിട്ടി. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. അപ്പം ഈ 2 വണ്ടി കാരണമാണ് നമുക്ക് ബ്ലോക്ക് കിട്ടിയത്. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിപ്പം ബ്ലോക്ക് മാറി പോകാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് ട്രിച്ചിക്ക് പോകേണ്ടത്. തട്ടി
അങ്ങനെ നമ്മൾ ഇപ്പം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലോഡ് കയറ്റാൻ വേണ്ടി ഒരാൾ വരണം. ഇനി ആൾ വന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് പറയും. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു റിമോട്ട് ഏരിയയിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏത് ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കയറിയിട്ടുള്ള മിക്ക ഹോട്ടലിലും ദോശ നല്ല അടിപൊളി ദോശയായിരിക്കും. വീട്ടിലും ദോശയാണ്. ഇതിപ്പോൾ ഒരെണ്ണം വന്നിട്ടുണ്ട്. ദോശ, ചട്നി. ഇപ്പം 2 ചട്നിയും 1 സാമ്പാറുമാണ് ഉള്ളത്. ഇപ്പം കഴിച്ചോക്കട്ടെ. ചമ്മന്തി കുറച്ച് വെള്ളം പോലെ ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ എപ്പോഴും കഴിക്കുന്നത് സത്യമംഗലത്താണ്. സത്യമംഗലം നല്ല അടിപൊളി ദോശ കിട്ടും. ഇതിപ്പോൾ നമ്മൾ സത്യമംഗലം പോകുന്നതിന് മുന്നെയാണ് ലോഡ് കയറ്റുന്നത്. കോഴിക്കോട് ഒരു 150 ചാക്ക് കയറ്റിയിട്ട് വേണം സത്യമംഗലം പോകാൻ വേണ്ടി. ഈ ഹോട്ടലിനെ ഇതിന് മുമ്പ് കയറിയിട്ടൊന്നുമില്ല. വണ്ടി നിർത്തിയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ കയറിയതാ. കുഴപ്പമില്ല. പക്ഷേ കൊള്ളാം. കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറിയ ഹോട്ടലിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇല നമ്മൾ തന്നെ എടുക്കണം. വേറെ ആരും തരില്ല. പുറത്ത് ഇല ഇടാൻ വേണ്ടി ഒരു സംഭവം ആക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ കൊണ്ടുപോയി ഇല ഇടുക. അപ്പം നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഇപ്പം നമ്മൾ കോഴിവളം എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ഏജന്റ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളുള്ളിടത്തേക്ക് വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളുള്ള സ്ഥലത്തേക്ക് വന്നു. ഇപ്പം നമ്മളെ കൂട്ടിക്കൊണ്ട് സാധനം കയറ്റേണ്ട സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ ഇതിന് മുന്നേ പോയ കോഴി ഫാമിലേക്കല്ല എന്നാണ് പറഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ കോഴികൾ എടുക്കാൻ വേണ്ടി വന്ന ഫാം നല്ല അടിപൊളി ഫാമാണ്. ഹൈടെക് ഫാമാണ്. ഇത് എങ്ങനത്തെയാണ് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പം ഫാമിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടുന്ന് വണ്ടിയുടെ തൂക്കം ആദ്യം തൂക്കണം. അത് വെച്ചാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൺ അനുസരിച്ചാണ് ഇവിടെ നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പം കാലിവണ്ടിയുടെ തൂക്കം അറിഞ്ഞിട്ട് അത് എത്രയുണ്ടെന്ന് നോക്കി നമ്മൾ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തൂക്കും. അങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫാം. നമ്മൾ ജസ്റ്റ് ഫാമിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആദ്യം ഒരു വണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അതിലായിരിക്കും. ഓ എൻ്റെ അമ്മേ, ഇത്രയും വണ്ടിയുണ്ട്. ഇത്രയും വണ്ടിയിൽ കയറ്റി കഴിഞ്ഞിട്ടേ നമുക്ക് കയറ്റാൻ ചാൻസ് ഉള്ളൂ, നമ്മൾ ലേറ്റ് ആയതുകൊണ്ട്. ഇപ്പം ഈ ഒരു വണ്ടി, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു വണ്ടിയുണ്ട്. ഈ വണ്ടി, പിന്നെ ഈ വണ്ടി. ഈ 3 വണ്ടി കയറ്റി വിട്ടതിന് ശേഷം നമുക്ക് കയറ്റി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം. അപ്പം നമ്മുടെ വണ്ടിയിൽ കയറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഫാം ചുറ്റി കാണിക്കാനൊന്നുമില്ല. അങ്ങനെ എവിടെ നോക്കിയാലും ഒരേപോലെ തന്നെയാണ്. ഇതൊരു സെക്ഷൻ, അപ്പുറത്തത്.
ഈ കാഴ്ച ഞാൻ ഇതിനു മുന്നേ ഉള്ള ഫാമിലൊന്നും കണ്ടിട്ടില്ല. ഇത് രസമുണ്ട് എന്തായാലും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെ ഫാം കാണിക്കാൻ അത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മുടെ കയറ്റാൻ നേരത്ത് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയിലേക്ക് അങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം 2 മണിയായി. 2 മണിയാകുമ്പോഴാണ് നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങളെല്ലാം കയറ്റാൻ തുടങ്ങുന്നത്. നമ്മൾ രാവിലെ വന്നപ്പോൾ വരിയായിട്ടുണ്ടായിരുന്ന എല്ലാ വണ്ടിയിലും സാധനങ്ങൾ കയറ്റി വിട്ടിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാൻ തുടങ്ങുന്നത്. അപ്പം ഇനി ഇത് കയറി കഴിയാൻ ഒരു സമയമാവും. ഇവിടുത്തെ ബില്ലും കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യണം. അത് കഴിഞ്ഞ് വണ്ടിക്ക് കാറ്റടിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് സത്യമംഗലം എത്ര മണിയാകുമ്പോൾ എത്തുന്നൊന്നും ഒരു പിടുത്തമില്ല. ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പോൾ എത്താൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി വെയിറ്റ് ബ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം തൂക്കാൻ വേണ്ടി ആൾ വരണം. ഇതൊക്കെ ഈ ഫാമിൻ്റെ അണ്ടറിൽ വരുന്ന വെയിറ്റ് ബ്രിഡ്ജാണ്. ഈ തമിഴ്നാട്ടിൽ ഈ ഭാഗത്തുള്ള എല്ലാ വലിയ ഫാമുകാർക്കും അവർക്ക് തന്നെ വെയിറ്റ് ബ്രിഡ്ജ് ഉണ്ടാവും. കാരണം ഈ ലോഡ് എടുക്കാൻ വരുന്ന വണ്ടി ഇവിടെ തന്നെ തൂക്കാൻ ഇവർ പറയും. അപ്പം അതിൻ്റെ ഒരു പൈസയും കൂടി ഇവിടെ കിട്ടുന്നതുകൊണ്ട് അവരങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ കോഴിവളം എല്ലാം കയറ്റി നമ്മളിനി സത്യമംഗലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പം സമയം 3 മണി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു 1 മണിക്കൂർ വേണം സത്യമംഗലത്തേക്ക്. സത്യമംഗലം അപ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞ് 4000 വിത്ത് കയറ്റാനുണ്ട്. അപ്പം ഇന്ന് ആ 4000 വിത്ത് കയറ്റി കഴിയുമോയെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി അറിയാൻ പറ്റുള്ളൂ. അവിടെ എത്തി അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം നോക്കി അവർ പറയും മിക്കവാറും ഇന്ന് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യമംഗലം നിൽക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് കയറ്റുമോ ഇല്ലയോ എന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അറിയാം. അപ്പോൾ നമ്മൾ സത്യമംഗലം എത്തിയിട്ടുണ്ട്. സത്യമംഗലം ഉൾഗ്രാമങ്ങളിൽ കൂടി നമ്മളിപ്പം വഴക്കന്ന് കയറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്താണെന്നാണ് ഇവർ പറയുന്നത്. നമ്മളോട് ഒരാൾ കയറിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയിൽ. നമുക്ക് 4000 വിത്താണ് എടുക്കാനുള്ളത്. 4000 വിത്ത് എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ കയറ്റാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് കയറ്റാനാവില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതിനർത്ഥം ഇന്ന് കയറ്റാൻ പറ്റുമായിരിക്കും. ഇപ്പം സമയം 5 മണിയായി. ഇനിയിപ്പോൾ കയറ്റി ഒരു എത്ര മണിയാവും അറിയില്ല, ഒരു 6-7 മണിയാവും മിക്കവാറും. അപ്പം കയറ്റുന്നതെല്ലാം വണ്ടിയിലേക്ക് വഴക്കന്ന് കയറ്റുന്നതൊക്കെ അപ്പം കാണിച്ചു തരാം. നമ്മളപ്പം നമ്മുടെ ഓഫ് റോഡ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വഴി നമ്മൾ പോകുന്നത് ഇപ്പോൾ ആദ്യത്തെ കന്ന് കയറ്റാൻ വേണ്ടി. എല്ലാം വാഴക്കൃഷി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ആ ഫ്രണ്ടിൽ. ലെഫ്റ്റല്ലാണോ?
നമ്മളപ്പം ആദ്യത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വാഴക്കന്ന് കയറ്റാൻ വേണ്ടി. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിലിങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇതാ വാഴക്കൃഷി, അതിൻ്റെ ചോട്ടിൽ കൂടെ ഇവർ പച്ചക്കറി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തതാ ആ ഭാഗം വാഴ തന്നെ. പിന്നെ ഇപ്പുറത്ത് ഇവരെന്തോ നട്ടിട്ടുണ്ട്. ഇതെന്താണോ അത് ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പച്ചക്കറി തൈയാണ് ഇവിടെ എന്തോ വെച്ചിരിക്കുന്നത്. ഓ ഇത് പട്ടിയല്ല അല്ലേ? ദൂരത്ത് നോക്കിയപ്പോൾ ഞാൻ ഇത് പട്ടീനെ പോലെ എനിക്ക് പോയി. പിന്നെ ഇപ്പുറത്തെ ഒരു പച്ചക്കറി തൈ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. പച്ചക്കറി തൈ അങ്ങ് വരെ വെച്ചിട്ടുണ്ട് ഇവർ. ഒരു കൊലച്ച് നിൽക്കുന്ന വാഴ അത് അവിടെ ഉണ്ട്, ഒരെണ്ണം മാത്രമായിട്ട്. പിന്നെ ഇപ്പുറത്ത് പുല്ല്, പിന്നെ അപ്പുറവും വാഴ തന്നെയാണ്. പിന്നെ ആ സൈഡ് നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, അതാണ് സത്യമംഗലം ഫോറസ്റ്റ്. ആ മല, ആ കാണുന്ന മല. നമുക്ക് അതിലേയും ശരിക്കും നാട്ടിലേക്ക് പോവാം. നമുക്ക് ഇതിലെ കയറി ഇതിലേ നമുക്ക് സത്യമംഗലം ഫോറസ്റ്റ് കയറി ഊട്ടി വയനാട് അങ്ങനെ ഇരുട്ടി വന്ന് ചാടി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം, പയ്യന്നൂർക്ക്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചുരം കയറണം, ഒരു ചുരം ഇറങ്ങണം. അപ്പോൾ എണ്ണ നല്ലോണം കത്തും. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ആ വഴി ചൂസ് ചെയ്യാത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മാഹിയാണ്. നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് മാഹി മിസ്സാവും. മാഹി മിസ്സായാൽ നമുക്ക് അത്രയും എണ്ണ ചിലവ് കൂടും. മാഹിയിൽ നമുക്ക് എത്ര ഡീസലിന് 10-12 രൂപയുടെ കണ്ട് വ്യത്യാസം വരുന്നുണ്ട് നമുക്ക്. മാഹിയിൽ 82 അല്ലെങ്കിൽ 83. നിലവിലിപ്പോൾ 83 ആയിരിക്കണം. 83 ഉള്ളൂ ലിറ്ററിന് ഡീസലിന്. അപ്പോൾ നമുക്ക് അത്രയും പൈസ അവിടെ മാറും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കോയമ്പത്തൂർക്ക് നമ്മൾ വരുമ്പം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, അതിൽ അങ്ങനെ നമ്മൾ പയ്യന്നൂർക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കയറ്റുന്ന സ്ഥലത്ത് ഇത്രയൊക്കെയാണ് കാണാനുള്ളത്. അവർ പണിക്കാരവിടെ വാഴക്കന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കിനി ഒരു സ്ഥലം കൂടെ ഉള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം, ഇനി അടുത്ത സ്ഥലത്ത് നോക്കാം. നമുക്കിതാ അതിലെ സൂര്യനൊക്കെ അസ്തമിക്കാനായിട്ടുണ്ട്, മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ എപ്പോഴും നല്ല ഭംഗിയാണ് ഈ നാട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ നാട്ടിൽ കാണാനും ഇതിലെ വണ്ടി ഓടിച്ച് പോകാനും ഭയങ്കര ഗ്രാമം എന്ന് പറഞ്ഞാൽ കുഗ്രാമങ്ങൾ കാണാം. നമുക്കിവിടെ നിരവധി കുഗ്രാമങ്ങൾ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഉള്ള ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര രസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സത്യമംഗലം ലോഡ് എടുക്കാൻ വരാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഗ്രാമങ്ങളും സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലം നോക്കാം. நமக்கு ஸ்டாப் பண்ண முடியாதுல்ல. என்ன படிச்சிருக்கிற? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ്. ഇതെല്ലാം കൊലയെല്ലാം വെട്ടുறதுக்கு ആയിട്ടാ? இதெல்லாம் பிஞ்சு. அதெல்லாம் பிஞ்சா? ஆமா அதெல்லாம் பிஞ்சு. இன்னொரு மாசம் இருக்கு வேணும். ஓ இன்னொரு மாசம். காயில உருட்டு வர வேணும். உருட்டு வந்தா தான் சகரையா இருந்தா காய் பிடிக்க சிப்ஸ் போடுறதுக்கு உருட்டா இருக்கு. அப்போ ரவுண்டு நல்லா வரும். சகரையா இருந்ததுன்னா அப்புறம் சேவஸ்க்கு ஆகாது. ஓ ഇപ്പം അടുത്ത കണ്ണ് എന്നാ വെക്കുന്നதுக்கு ടൈം ആയിട്ടാ? நீங்க நிலம் எல்லாம் உருட்டு இதெல்லாம் போட வேணும். 2 மாசம் கழிச்சு காட்ட ஆறுட்டு உழவு ஓட்டு இன்னொரு 2 மாசம் கழிச்சு கொஞ்சம் காடு ஒரு 4 மாதத்துக்கு ஆறு போட்டுருவோம். அப்பதான் காடு கொஞ்சம் சூடாரு, கொஞ்சம் வெள்ளாம் நல்லா வரும். எந்த கண்ணு வைக்க போகுது? നേന്ത്രം നിങ്ങളും നേന്ത്രം ജാസ്തി പண்றீங்க. അള്ളക്കണ്ണക്കിற വില கொஞ்சம் கம்மி. மாதத்துக்கு ஒரு டைம் எடுத்த போதும். கதிரியெல்லாம் போட்டு 8 நாளைக்கு ஒரு கருக்கு வேணும். மாதம் 4 டைம் இருக்கு வேணும். ஆள் பிரச்சனை. அதனால மஞ்சேரி நேந்திரம் அதுமே இங்கே ஓரளவுக்கு வரும்.
அது குலைக்கிறதுக்கு எவ்வளவு மாசம் இருக்கும்? அது 10 மாசம். அப்புறம் ஈனையில 1 வருஷம் ஆயிடும். 10 மாசம் இருந்து குலைக்கும். ஆனா கொலை வெட்டுறதுக்கு 12 மாசம் ஆகும். 13 மாசம் ஆயிடும். 3 மாசம் ஆயிடும். 90 நாள் ஆயிடும். அப்போ நேந்திரன் இதுவும் சேம் சேம் தான். கொஞ்சம் ஒரு மாதத்துக்கு முன்னாடி வரும், இது ஒரு மாதத்துக்கு பின்னாடி வரும். ஏது மஞ்சேரி? மஞ்சேரி கொஞ்சம் லேட்டா முன்னாடி வரும், இது கொஞ்சம் லேட்டா பின்னாடி வரும். மஞ்சேரி 1 மாசம் முன்னாடி, இது 1 மாதத்துக்கு பின்னாடி. நேந்திரன் 1 மாசம் பின்னாடி. இது 12 மாசத்துல இருந்துச்சுன்னா 18 வருஷம் ஏற்காடு கழியா இருக்கு எல்லா வெட்டையில. இந்த பூவனம் ஞாலிப்பூவனம் அதெல்லாம் 10 மாசத்துல வந்துரு. அல்ல அதொന്നും நீங்க விவசாயம் பண்ண? அது விற்கிறது இல்லை, பூவெல்லாம் விற்கிறது இல்லை, பூவல் அதிகமாக விற்கிறது இல்லை. எல்லாம் பழத்துக்கு சாப்பிட்றதுக்கு தானே போகுது, சிப்ஸ்க்கு போகுது, இதனால கொஞ்சம் ரேட் கிடைக்கும். அது வந்து கோயில் சீசன் அந்த மாதிரி ஃபங்க்ஷனுக்கு தான். உங்க ஏரியாவோட பழம் சாப்பிட மாட்டாங்க. உங்க ஏரியாவோட நல்ல பழம் கடை கடையாக விற்கிதாமா. ஆமாம், எங்க வாக்கமெல்லாம் இங்கே பழம் யாரும் விரும்பி சாப்பிடும். ஏரியால எல்லாம் இங்க இருந்து தானே எல்லாம் வந்துட்டு இருக்கு. ஒரு பழம் 10 ரூபா வருதாமா. ஓட்டியா சரிங்களா? சரி 800 6 மாதம் கிலோ இருக்கு. 40 இருக்கு கடையில இருந்து வாங்கும்போது. ஒரு பழம் 40 வருமா? ஒரு பழம் இல்ல, 1 கிலோ. 1 கிலோ 35 40. അപ്പം നമ്മള് ലോഡെല്ലാം കയറ്റി കഴിഞ്ഞ് നമ്മളിപ്പം സത്യമംഗലത്ത് നിന്ന് ഇപ്പം വിട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. ഇപ്പം സമയം 9:45. നമ്മൾ ഭയങ്കര ലേറ്റായി സാധനം എല്ലാം കയറ്റി കഴിയാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് കയറ്റി കഴിയുമോ എന്ന് തന്നെ നല്ല ഡൗട്ടായിരുന്നു. കാരണം പണിക്കാരി ഇനി കയറ്റാനാവില്ല, നാളെ കയറ്റൽ നടക്കുള്ളൂ എന്ന് കാരണം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കെണിഞ്ഞു പോയേനെ. നമ്മ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ട വന്നേനെ. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. അവർ കയറ്റി തന്നു, എല്ലാം കയറ്റി എന്നാ ടാർപ്പിട്ട് കെട്ടി എല്ലാം സെറ്റാക്കി. ഇപ്പം സമയം 9:45. ഇനി നമ്മൾ രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്തായാലും എത്താൻ ചാൻസ് ഇല്ല നാട്ടിൽ. എന്തായാലും ഒരു 10-11 മണിയാവും. ഇവിടുന്ന് 400 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നാട്ടിലേക്ക്, പയ്യന്നൂർക്ക്. പിന്നെ പയ്യന്നൂരിൽ നിന്നൊരു 7 കിലോമീറ്റർ അകത്തേക്ക് ചെല്ലണം നമ്മുടെ നേഴ്സറി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പം ലോഡും കൂടെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വേഗം പോകാനും പറ്റൂല. അപ്പം ഒരു 12 മണിക്കൂർ എടുക്കും ഇനി അങ്ങോട്ടേക്ക്. കണ്ടിന്യൂസ് 12 മണിക്കൂർ ഉണ്ട് ഓടിക്കണം ഇനി നാട്ടിൽ എത്തണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.